ഞങ്ങൾ അങ്ങനെ ഒരു ബീച്ചിൽ വന്നിരിക്കുക കേട്ടോ. ബീച്ചിൻ്റെ പേര് ഷെൽ ബീച്ച്. എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. ദേ അകലേന്നൊരു ചണാലൻ വരുന്നുണ്ട്. ലിവർപൂളിൽ നിന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ 2 കുട്ടിത്തേവാങ്ങുകൾ അവിടെ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്താന്നുള്ളത് നിങ്ങളോട് ആ കാര്യം വഴിയെ പറയാം കേട്ടോ. ഭയങ്കര സീരിയസ് ആയിട്ട് അവരെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ നേരത്തെ വന്നിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്ത സെയിം സംഭവമാണ്. കാണുന്ന സംഭവം കേട്ടോ, ഞാൻ പറഞ്ഞ സംഭവം. ഇത് ഫുൾ ഷെല്ലാണ് ഇവിടെ ഉള്ളത്. ഇതാണ് അവരവിടെ തപ്പിക്കൊണ്ടിരുന്നത്. ഞാനിത് നേരത്തെ വന്ന സമയത്തുണ്ട് കുറേ എടുത്തിട്ടുണ്ട്. എന്തിനാ കുറേ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരതിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെയോ തപ്പുന്നുണ്ട്, അവർക്ക് കിട്ടുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഷെൽ ബീച്ച്. ഈ ബീച്ചിന് ഈ പേര് വരാനുള്ള കാരണവും ഇവിടെ ഫുൾ ഷെല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഒട്ടും തന്നെ ഇല്ല. കാരണം എനിക്കറിയില്ല റീസൺ എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന്. പക്ഷെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഫുൾ ഷെല്ലായിരുന്നു. ലാസ്റ്റ് ഇയറിലാണ് തോന്നുന്നു വന്നത്. കൊച്ചിനും കിട്ടിയ എടുത്തോ. എന്തിനാ കിട്ടുന്നത്? അതിന്റെ നനക്കില്ല കേട്ടോ മോനെ. വെള്ളത്തിലിറങ്ങാൻ ഞങ്ങൾ സാധാരണ വരുമ്പോൾ വെച്ചാൽ കുറേ ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇവർക്ക് വെള്ളത്തിലിറങ്ങാനുള്ള എല്ലാ സംഭവങ്ങളും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നിന്ന് പെട്ടെന്ന് തിരിച്ചു പോകും. കാരണം എന്നാന്ന് വെച്ചാൽ നല്ല മഴക്കാറുണ്ട്. പിന്നെ വീട്ടിൽ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരോട് വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞത്. പിടിച്ചോണേ. ഞാൻ കണ്ടു. അത് ചേട്ടാ, എനിക്ക് ഇവിടുന്ന് സൂം ചെയ്ത് കാണാം. അത്യാവശ്യം നല്ല കാറ്റാണ് കേട്ടോ. എപ്പോൾ വേണേലും മഴ പെയ്യും. മഴ പെയ്താൽ നമ്മൾ അപ്പളെ ഇവിടുന്ന് സ്ഥലം വിടും. എൻ്റെ കുട്ടിത്തേമാൻ നിലാവത്ത് അയച്ചിട്ട കോഴിയെപ്പോലെ എങ്ങോട്ടേക്ക് ഓടണം എന്നറിയില്ല. അത് ഓടി നടപ്പുണ്ട്. അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിപ്പില്ല ഫുൾ ടൈം. എന്താ പിന്നെ എന്താ ഹെൽപ്പ് ചെയ്യണ്ടേ? ഏയ് അവിടെ കൈയാണ് വേണ്ടി കൂട്ടാ. ആയിരുന്നു എന്നെ മുന്നേ കിട്ടിയത്. കഴിച്ച് ഇത് ഈ ഷെല്ല് മാത്രം കണ്ട. ഇത് പിങ്കാ. എന്റെ കുട്ടിന്റെ കാണിച്ചാ മോനെ. ഒന്നും കിട്ടിയില്ല. ഇതേ കിടക്കുന്ന കൊച്ചിന്റെ ഇതാണോ? ഇങ്ങനെ കവർ ചെയ്താണല്ലോ ഇതെല്ലാം. ഇത് കണ്ടോ? ഇങ്ങനെ കവർ ചെയ്യുന്നല്ലേ കൊച്ചു. ഇങ്ങനെ ഇങ്ങനെ നോക്ക്. ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നത് എടുക്കല്. കാരണം അത് ഓൾറെഡി പോയതാ. അപ്പം അതിന്റെ നമ്മള് വീഡിയോ കണ്ടില്ല. അതുപോലെ കാണാനാ. അപ്പം കണ്ടില്ലെങ്കിൽ മോനെ അത് കൂട്ടി ഉണ്ടാവില്ല മോനെ. പേളാണോ നിങ്ങൾ തപ്പുന്നേ? പേള് ഇതിന്റെ അകത്ത് ഉണ്ടാവില്ല മോനെ. ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങിച്ചല്ലോ. നല്ല സുഖമായിരിക്കും. പോയോ? ഇല്ല. ഹാർട്ടാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും. നീ നിലത്ത് പോയി. ബ്ലൂ ആണ് നിലത്ത് പോയതാ. ഇങ്ങനത്തെ ചാർജിന് എന്ത് കിട്ടിയതാ? ഓപ്പണാക്കാം. ഷെല്ല് വെക്കണോ? ഇച്ചനും കിട്ടി ഷെല്ല്. അത് അങ്ങോട്ട് ഇടാനാ പോകുന്നത്.
ഇത് ഇതാ ഡയമണ്ട് അല്ലേ? നോ ഇതല്ല, ഇത് പൊട്ടിക്കണം. ഇതിന്റെ ഒരു സാധനമുണ്ട്, പക്ഷെ ഈ റോക്ക് ഉള്ളതുകൊണ്ട് ഇത് ഡയമണ്ട് അല്ല. അപ്പ കയ്യിലല്ല ഇച്ചി, ഇച്ചന്റെ കയ്യിലൊക്കെ ഉണ്ട് പറ്റി ചീച്ചി ആയില്ലേ. ബസ് പേര് മാറ്റട്ടെ, ഇനി വേറെ എടുക്കാം. കാണിച്ച നിങ്ങളുടെ കെട്ടിയത് കാണിച്ചമ്മനെ. ഹലോ ഗൈസ്, എനിക്കൊരു തെച്ചിനെ കെട്ടിയെന്ന് തോന്നുന്നു. എന്നിട്ട് അല്ല അങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഹാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ചേച്ചി ഒരു മണ്ണാണ്, അത് ഒന്നും മണ്ണല്ല, എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. റോക്കല്ല പോലെ. ഹലോ ഗൈസ്, എനിക്ക് റോക്കല്ല പോലെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഹലോ ഗൈസ്, ചേച്ചി കൂടി ഒന്ന് വന്നോട്ടെ. ഇനി ഞാന് നോക്ക്, എനിക്കൊരു വലിയ ഷെല്ല് കിട്ടി. ഇങ്ങനത്തെ ഇതുണ്ട്, ഇതൊരു ചെറുക്കുള്ള തെച്ചിലാണ്. ആരേതാണ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നത്? കാണിച്ചേ നോക്ക്, കണ്ടില്ല. ഇതിന്റെ ഉള്ളിൽ നോക്ക്. നോക്ക് വീണ്ടും പോവാ. നോക്ക്, ഇതിന്റെ ഉള്ളിൽ ചിലപ്പോ ഡയമണ്ട് അങ്ങനെ വീഡിയോയില് കണ്ടിട്ടാണ്. ഡയമണ്ട് അല്ല, പേളല്ലേ? പേളുണ്ട്, ഇത് റിയൽ പേളാണ് തോന്നുന്നു. ഇത് പാടുകളിൽ അടിക്കത്തെ 2-3 പാച്ചൊക്കെ അടിക്കത്താണ് ഓപ്പൺ ആവുന്നത്. പിന്നെ ഇത് ഉണ്ട്, നല്ലതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചെല്ലിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് ഹാപ്പിയാ, എന്തായാലും കിട്ടിയല്ലോ. എന്താണെന്ന് അറിയണ്ട, പക്ഷെ എനിക്ക് ആദ്യം കിട്ടി. വ്യത്യാസമുണ്ട്, മനസ്സിലായോ? പുറകലത്തെ എസിന് വ്യത്യാസമുണ്ട്. കണക്ടിങ് യൂറോപ്പ്. അമ്മ പോടാ, ഇന്ന് ഇത്തത് പറഞ്ഞ പോടാ. അങ്ങനെ പ്രതീക്ഷിച്ച പോലെ തന്നെ മഴ ഇങ്ങെത്തി. ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാണ്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ബൈ.